നമസ്തേ. ഈ വരുന്ന മെയ് 14 വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുകയാണ്, പരിക്രമണം ചെയ്യുകയാണ്. 12 വർഷത്തിലൊരിക്കലാണ് ഒരു രാശിയിൽ ഒരു ദിവസം ഒരു രാശി. 12 വർഷം കൊണ്ട് 360 ഡിഗ്രി സഞ്ചരിക്കുന്ന പരിക്രമണമാണ് വ്യാഴത്തിനുള്ളത്. ഇത് പറയുന്നതിന്, വ്യാഴഫലത്തെ പറയുന്നതിന് മുമ്പ് വ്യാഴഗ്രഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം. വ്യാഴം നമുക്കറിയാം ഗാലക്സിയിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. അത് എങ്ങനെയൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നു? വ്യാഴദൃഷ്ടി കോടി പുണ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വ്യാഴം എങ്ങനെയാണ് കോടി പുണ്യം അല്ലെങ്കിൽ സംരക്ഷകനാവുന്നത് നമുക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യാഴം ഭൂമിയേക്കാൾ 11 ഇരട്ടി വലിപ്പമുള്ള ഒരു ഗ്രഹമാണ്. ഭൂമിയേക്കാൾ 318 ഇരട്ടി പിണ്ഡമുള്ള ഗ്രഹമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. വലിയ വാതക ഭീമനാണ്. ഹൈഡ്രജനും ഹീലിയമാണ് കൂടുതൽ അതിലുള്ളത്. ഈ പിണ്ഡമുള്ള വാതകമുള്ള ഈ ഒരു നമ്മുടെ മൊത്തം ഗ്രഹങ്ങളെ, അത് നമ്മുടെ ഗാലക്സിയിലുള്ള നമ്മൾ കണക്കാക്കുന്ന ഈ ഗ്രഹങ്ങളെക്കാളൊക്കെ 2.5 ഇരട്ടി പിണ്ഡം അധികമുണ്ട്. എല്ലാ ഗ്രഹങ്ങളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2.5 ഇരട്ടി പിണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്, കനം അധികമുള്ളൊരു ഗ്രഹമാണ്. അത്രയും വലിയ ഭീമനായ ഗാലക്സിയിലെ ഭീമനാണ് യഥാർത്ഥത്തിൽ വ്യാഴഗ്രഹം. ഈ ഭീമൻ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ നമ്മളെ സൂര്യനിലേക്ക് ആകർഷിക്കുന്ന അതേ സമയത്ത് വ്യാഴം നമ്മളെ വ്യാഴത്തിലേക്കും ആകർഷിക്കുന്നുണ്ട്. 2 സൈഡിൽ നിന്നുള്ള ആകർഷണം ഒരുപക്ഷെ ഭൂമിയുടെ പരിക്രമണത്തെ കൃത്യമായ ഒരു തലത്തിൽ നിർത്തുന്നതിന് ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ പരിക്രമണ പഥം കൃത്യമായതുകൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. കൂടുതൽ ദൂരം പോയാലോ കൂടുതൽ അടുത്ത് പോയാലോ ചൂടോ അല്ലെങ്കിൽ തണുപ്പോ കൂടുതലായിട്ട് ജീവൻ നിലനിൽക്കാൻ പറ്റാതെയോ. അപ്പോൾ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വ്യാഴം. അത് സംരക്ഷണ ഗ്രഹമാണ്. യഥാർത്ഥത്തിൽ ജീവൻ്റെ സംരക്ഷണ ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ടാണ് വ്യാഴത്തിനെ ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് അറിയുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരുപക്ഷെ ഒരുപാട്. 1994 ജൂലൈയിൽ ഒരു ധൂമകേതു, ആ ധൂമകേതു ശരിക്കും വ്യാഴത്തിൽ ഇടിച്ചിറങ്ങുകയാണ്. അതായത് ഗാലക്സിയുടെ പുറത്തുനിന്ന് വരുന്ന പല ഉൽക്കകളും ധൂമകേതുക്കളും പലതരം ചിഹ്നഗ്രഹങ്ങളും വളരെ ശക്തമായി വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലൊരു വാക്വം ക്ലീനറാണ് ആയിട്ടാണ് വ്യാഴം പ്രവർത്തിക്കുന്നത്. ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഗ്രഹങ്ങൾ, ചെറിയ ഉൽക്കകൾ, ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സാധനങ്ങളെ വലിച്ചെടുക്കാൻ ഈ വ്യാഴം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഭൂമിയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, ഭൂമിക്ക് നാശം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു സൃഷ്ടി നടന്നിട്ടുണ്ട്. ആ സൃഷ്ടിയാണ് വ്യാഴം എന്ന് പറയുന്ന ഭഗവാൻ. വൈഷ്ണവ, അതായത് വിഷ്ണുവിൻ്റെ ഭഗവാനാണ് അതിനെ പ്രതിനിധീകരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം സംരക്ഷണമാണ് വിഷ്ണുവിൻ്റെ തൊഴിൽ. അതേപോലെ ഭൂമിയുടെ സംരക്ഷണമാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വ്യാഴം നമുക്ക് സൗഖ്യകാരകനായിട്ടാണ് കാണുക. ജ്ഞാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കാരകനാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൗഖ്യകാരകനായതുപോലെ തന്നെ ആനന്ദമയ കോശങ്ങളുടെ കാരകനും കൂടിയാണ്. ആനന്ദമയ കോശങ്ങളുടെ, മനോമയ കോശം, അന്നമയ കോശം, ആനന്ദമയ കോശം, പ്രാണമയ കോശം, ജ്ഞാനമയ കോശം ഇങ്ങനെയാണ് നമ്മൾ വിഭജനം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ആനന്ദമയ കോശമായിട്ടാണ്, അതായത് ആനന്ദവും സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഈ ഗുരു എന്ന് പറയുന്നത്. നമുക്ക് ഗുരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ പറയാൻ പറ്റും. ജ്യോതിഷത്തിൽ ഒരു ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് എത്ര പാപഗ്രഹങ്ങളും, അതായത് എത്ര ഇരുട്ടുണ്ടെങ്കിലും, പാപഗ്രഹം എന്ന് പറയുന്നത് ഇരുട്ടുള്ള ഗ്രഹമാണ്, തമോ ഗ്രഹമാണ്, തമസ് മാത്രം പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ശനി, രാഹു, അതുപോലെ അമാവാസി ചന്ദ്രൻ, അതുപോലെ ചൊവ്വ, കേതു, സൂര്യൻ. ഈ ഗ്രഹങ്ങളൊക്കെയാണ് നമുക്ക് തമസ് കൂടുതൽ പ്രദാനം ചെയ്യുന്നത്. അത് ഓർഡറിലാണ്. അപ്പോൾ ശനിയും രാഹുവാണ് ഏറ്റവും കൂടുതൽ തമസ് പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഇരുട്ട് പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങൾ. നമുക്ക് ആ ഗ്രഹങ്ങളുടെ ഇതിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയോ യോഗമോ സംഭവിക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് വിളക്ക് വെച്ച പോലെ പ്രകാശമയമാവും. 5 തിരിയിട്ട് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്, അതുപോലെ പ്രകാശമയമാകുന്നൊരവസ്ഥയുണ്ടാകും. അത്ര വളരെ നല്ല രീതിയിൽ ഗുരു ഓരോ ഗ്രഹങ്ങളെയും ശുഭമാക്കി കളയും, പ്രകാശമയമാക്കി കളയും എന്നുള്ളതാണ്.
അപ്പോൾ വ്യാഴം വളരെയധികം ശുഭത്വം തരുന്ന ഒരു ഗ്രഹമാണ്. ആ ജ്യോതിഷത്തിൽ വ്യാഴത്തിന് ഒരുപാട് പ്രാധാന്യവും, അതുപോലെ തന്നെ വ്യാഴത്തിന് ഗുണങ്ങളിൽ സത്വഗുണമാണ്. സൂര്യനും ചന്ദ്രനും വ്യാഴവും സത്വഗുണ പ്രധാനങ്ങളും, ബുധനും ശുക്രനും രജോ ഗുണവും, മറ്റുള്ളതൊക്കെ തമോ ഗുണവുമാണ്. ചൊവ്വ പോലുള്ളതല്ല തമോ ഗുണമാണ് കണക്കാക്കുന്നത്. ചൊവ്വ ശനിയെല്ലാം തമോ ഗുണസ്ഥരാണ്. അതുപോലെ പഞ്ചഭൂതങ്ങളിൽ ആകാശഭൂതമായിട്ടാണ് വ്യാഴം. ആകാശം എന്ന് പറയുന്നത് എന്താണ്? അതിരുകളില്ലാത്തതാണ്, സംരക്ഷിക്കുന്നതുമാണ്. ആകാശമാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംരക്ഷണത്തിൻ്റെ കാരകനും അതിരുകളില്ലാത്തതിനുമാണ്. തരുന്നതിന് അതിരുകളില്ല. നമുക്ക് നന്മ തരുന്നതിന് യാതൊരുവിധ അതിരുകളില്ല. നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമുക്ക് അതിരുകളില്ലാതെ ആക്കി തരുന്നതും വ്യാഴമാണ്. ഉയർച്ചകൾക്ക് അതിരുകളില്ലാത്ത വളർച്ച തരുന്നതും വ്യാഴമാണ്. വ്യാഴം എവിടേക്ക് നിൽക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെ പ്രധാന സ്ഥിതി. ഒരു ഗ്രഹം പറയുമ്പോൾ അതിന് സ്ഥാനബലം എന്നാണ് ആദ്യം പറയുക. ദിഗ്ബലം, ദൃഗ്ബലം എന്ന് മൂന്ന് പ്രധാന ബലങ്ങളാണ്. അതിൽ സ്ഥാനബലത്തിനാണ് വളരെ പ്രധാനമായിട്ട്. വ്യാഴം ശരിക്കും രാശി ചക്രത്തിൽ അല്ലെങ്കിൽ 12 രാശികളിൽ ധനുരാശിയുടെയും മീനം രാശിയുടെയും അധിപനാണ്. മീനം, ധനു, കാലപുരുഷൻ്റെ 9, 12 രാശികളായ ധനു, മീനം രാശികളുടെ അധിപനായ വ്യാഴം ഉച്ചം ചെയ്യുന്നത്, അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം കർക്കടകം രാശികളിലാണ്. കർക്കടകം രാശിയിൽ വരുമ്പോൾ വ്യാഴം ഏറ്റവും ബലം തരുന്ന ഒരു സമയമാണ്. ഏറ്റവും ബലം കുറഞ്ഞ സമയമാണ് മകരം രാശിയിൽ വരുന്ന വ്യാഴം. മകരം രാശിയിൽ വരുന്ന വ്യാഴം ഏറ്റവും ബലം കുറഞ്ഞ ഗ്രഹമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 1, 5, 7, 9 ഭാവങ്ങളിലേക്കാണ്. വ്യാഴം എവിടെയാണോ നിങ്ങളുടെ ജാതകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ഗു എന്ന് അടയാളപ്പെടുത്തി കാണും, അതിൽ നിന്ന് തൊട്ട് എണ്ണിക്കഴിഞ്ഞാൽ 5ാമത്തെ ക്ഷേത്രത്തിലേക്കും 7ാമത്തെ ക്ഷേത്രത്തിലേക്കും 9ാമത്തെ ക്ഷേത്രത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യും. ഒരു ത്രികോണ ദൃഷ്ടിയാണ്. 1, 5, 9. 7ൻ്റെ ഇടയിൽ 7 നേർദൃഷ്ടിയായിട്ടും കേന്ദ്രദൃഷ്ടിയായിട്ടും വ്യാഴം നിൽക്കുന്ന ക്ഷേത്രവും കൂടെ 3 ക്ഷേത്രങ്ങളെ കൂടി വ്യാഴം സമ്പുഷ്ടീകരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ വ്യാഴം ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് പ്രാധാന്യമുള്ള, ജ്യോതിഷത്തിലെ എല്ലാവർക്കും നന്മ തരുന്ന ഒരു ഗ്രഹമാണ്. വ്യാഴം കാരക നന്മകളാണ്. പുത്രകാരകനാണ്, ധനകാരകനാണ്, വാക്കിൻ്റെ കാരകനാണ്, ജ്ഞാനകാരകനാണ്, സന്താനം പറഞ്ഞു. അതുപോലെ സംരക്ഷണകാരകനാണ്, ആകാശകാരകനാണ്, ഒരുപാട് കാരകത്വം, നല്ല കാരകം, സ്വർണത്തിൻ്റെ കാരകനാണ്, ധനധാന്യങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരകനാണ്. വിഷ്ണു എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളുടെയും കാരകനാണ്. ദൈവാധീനം എന്ന് പറയുന്നത് വ്യാഴത്തെ വെച്ച് തന്നെയാണ് പറയുക. നിങ്ങൾക്ക് എത്ര ഉണ്ട്? ദൈവാധീനമുണ്ട്. ദൈവാധീനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനുണ്ടാവും, അവൻ വിചാരിക്കുന്നത് വിചാരിച്ച പോലെ നടക്കുന്ന അഭീഷ്ടവരദായകത്വമാണ്. നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ അത് അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വ്യാഴത്തിൻ്റെ ശക്തി അവന് കൊടുക്കുന്നത്. വ്യാഴം എവിടെ നിൽക്കാം ജാതകത്തിൽ എന്നാണ്. വ്യാഴം കിഴക്ക് ഭാഗത്ത്, കിഴക്ക് എന്ന് പറയുന്നത് ലഗ്നമാണ്. വ്യാഴത്തിനും ബുധനും പറഞ്ഞിരിക്കുന്ന ദിക്ക് കിഴക്കാണ്, ലഗ്നമാണ്. വ്യാഴത്തിൻ്റെ ദിക്കല്ല പറയുന്നത്. വ്യാഴം കിഴക്ക് വടക്ക് ഈശാനമൂലയാണ് വ്യാഴത്തിൻ്റെ യഥാർത്ഥത്തിൽ കാലപുരുഷൻ്റെ കണക്കിൽ ഈശാനമൂലയാണ് വടക്ക് കിഴക്കേ മൂല. പക്ഷെ അതല്ല, ജ്യോതിഷത്തിൽ വ്യാഴത്തിന് ദിഗ്ബലം കൊടുക്കുന്ന സ്ഥാനം കിഴക്ക് ഭാഗമാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നവർക്കാണ് വ്യാഴം അതിശക്തമായി ബലമായി ദിഗ്ബലത്തോടുകൂടി നിൽക്കുക. അതായത് കിഴക്ക് ജനിക്കുന്ന സമയത്ത് നേരെ നിൽക്കുന്ന ദിക്കാണ് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത്. അതാണ് ലഗ്നം എന്ന് പറയുന്നത്. ല എന്ന് അടയാളപ്പെടുത്തി കാണാം. ആ ല എന്ന് അടയാളപ്പെടുത്തിയതിൻ്റെ കൂടെ ഗുരു ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ലായുടെ കൂടെ ഗുരു ഉണ്ടാവുക, അല്ലെങ്കിൽ ലായിലേക്ക് ഗുരു നോക്കുക. എവിടെ നിന്നാലും അവിടുന്ന് ലായിലേക്ക് 1, 5, 9 ഭാവമായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ജാതകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ധനധാന്യ സൗഭാഗ്യ പുത്ര സൗഖ്യങ്ങളൊക്കെ സംഭവിക്കാൻ യോഗമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദശ വരും വേണം. നല്ലൊരു ദശയും കൂടി വ്യാഴ അനുകൂലമായിട്ട് ലഗ്നത്തിലേക്ക് നോക്കുക. പക്ഷെ നോക്കുമ്പോൾ തന്നെ കാരകഗുണം ആധിപത്യ ഗുണം ദശയിലാണെങ്കിൽ കാരകഗുണം നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് പൂർണ്ണമായി കിട്ടും. കാരക ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. സൗഖ്യം, സന്തോഷം, ആനന്ദമയ കോശമാണെന്ന് പറഞ്ഞു. നമുക്ക് എപ്പോഴും ആനന്ദം തരിക, നിർവൃതി തരിക, സന്തോഷം തരിക, സുഖം തരിക, സന്താനങ്ങളെ തരിക, വെൽത്ത്, നല്ല സ്വർണം തരിക, ധനം തരിക, എല്ലാത്തിൻ്റെയും കാരകനാണ്. കുബേരഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ആ ഗ്രഹത്തിന് മാറ്റമുണ്ടാകുമ്പോൾ ഒരു വർഷത്തിൽ
ഒരു 12 വർഷത്തിലൊരിക്കൽ ഒരു രാശി മാറുന്ന വ്യാഴം ഈ വരുന്ന മെയ് 14-ന് നമുക്ക് എങ്ങനെയൊക്കെ അനുകൂലമായിട്ട് മാറും, ആർക്കൊക്കെ അത് ദോഷമായിട്ട് വ്യാഴം മാറില്ല എന്നുള്ളതാണ്. കാരകദോഷങ്ങൾ വ്യാഴത്തിന് തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ ദൈവാധീനക്കുറവുണ്ടാവാം. വ്യാഴത്തിന് ദൃഷ്ടി കിട്ടാത്ത ഭാഗങ്ങൾക്ക് ദൈവാധീനക്കുറവുണ്ടാവാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.